കോട്ടയത്തെ എന്തയാറ്റിൽ 2000 ഏക്കർ റബ്ബർ തോട്ടത്തിന് ഉടമയായിരുന്ന ജെ മർഫി എന്ന ഐറിസ് സായിപ്പിന്റെ ശവകുടീരം അവഗണനയിൽ. റിപ്പോർട്ടിലേക്ക്. കേരളത്തിൽ റബ്ബർ കൃഷിക്കും ഏലം കൃഷിക്കും തുടക്കം കുറിച്ച മർഫി സായിപ്പ് എന്നറിയപ്പെടുന്ന ജെ മർഫി എന്ന ഐറിഷുകാരന്റെ ശവകുടീരം ഇന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ട നിലയിൽ. താൻ ഏറെ സ്നേഹിച്ച ഏന്തയാറിന്റെ ഉച്ചിയിലാണ് ശവകുടീരം. സായിപ്പിന്റെ ആഗ്രഹമായിരുന്നു അത്രേ താൻ സ്നേഹിച്ച നാടിന്റെ മനോഹാരിത ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന മലയുടെ മുകളിൽ താൻ ഇഷ്ടപ്പെട്ടിരുന്ന നാട്ടിൽ അന്ത്യവിശ്രമം വേണമെന്നത്. ഇതിനായി അദ്ദേഹം സ്ഥലവും കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലം മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ടെങ്കിലും കുഴിമാടം പൂർണ്ണ ജീർണാവസ്ഥയിലാണ്. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഇത്രയേറെ സംഭാവനകൾ നൽകിയ ഒരാളെ നമ്മൾ ഇത്രയും അവഗണിക്കാൻ പാടുണ്ടോ? എനിക്ക് ഈ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചം തുറക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായി. കാരണം എൻ്റെ ഫാദർ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാഫ് മെമ്പറായിരുന്നു. അപ്പോൾ അതിനോടുള്ള ഒരു കടപ്പാടും സ്നേഹവും വിധേയത്വവും ഉണ്ടായിരുന്നുകൊണ്ട് ഞാനും ആ ശവപ്പെട്ടി ചുമക്കുന്നതിന് സഹകരിച്ചിട്ടുള്ള ആളാണ്. ഏന്തയാറ്റിൽ 2000 ഏക്കർ റബ്ബർ തോട്ടത്തിന് ഉടമയായിരുന്നു മർഫി സായിപ്പ്. ബ്രസീലിലെ റബ്ബർ തൈകളെ ശ്രീലങ്ക വഴിയാണ് അദ്ദേഹം 1904 മുണ്ടക്കയത്ത് എത്തിച്ചത്. മർഫി സായിപ്പാണ് ഏന്തയാർ എന്ന തൻ്റെ എസ്റ്റേറ്റ് പട്ടണത്തിന് പേരിട്ടത് തന്നെ. ഇവിടുത്തെ ലത്തീൻ പള്ളി സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ് തന്നെ സ്കൂളായി രൂപാന്തരപ്പെടുത്തി. മൈക്കിൾ കൾവേലിൻ്റെ ശ്രമഫലമായി തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഹയർ സെക്കൻഡറി സ്കൂളുമുണ്ട്. എൻ്റെ ഫാദർ മൈക്കിൾ കള്ളുവേലിൽ 1982 ഒരു സെക്കൻഡറി സ്കൂള് ജെ മർഫിയുടെ പേരിൽ അവിടെ സ്ഥാപിച്ചു. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് നമ്മൾ ഒരു സ്മാരകമായി പരിപാലിക്കേണ്ടതല്ലേ? ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം.